ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഒരു സംശയത്തിന് പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽപ്പെടുത്തി സബ്സിഡിയോടുകൂടി എന്ന് വെച്ചാൽ 35% ലേഡീസിനാണെങ്കിൽ 35% സബ്സിഡി, 1,00,00,000 എടുത്തു കഴിഞ്ഞാൽ അതിൽ 35% സബ്സിഡിയാണ്. 1,00,00,000 35,000 രൂപ സബ്സിഡിയോട് കൂടിയാണ് നമ്മൾ കൗ ഫാം അല്ലെങ്കിൽ പശു ഫാം, ആട്, കോഴി, താറാവ്, പന്നി ഉൾപ്പെടെ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചിലവര് നമ്മളിങ്ങനെ പറയുമ്പോൾ മെസ്സേജ് അല്ലെങ്കിൽ കമന്റിൽ വരുന്നത് ഓരോരുത്തർക്ക് ഓരോ വിശ്വാസമാണ്. കാരണം നടക്കുമോ നടക്കാതെ ഇരിക്കുന്നതോ അല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സംഭവം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽ കൗഫാമിന് 4 കോടി രൂപ, 1 കോടി രൂപ മുതൽ 4 കോടി രൂപ വരെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. എന്നതിന് ശേഷം ബാഡ് കമന്റ് ചെയ്താൽ ഉത്തമമായിരിക്കും. കാരണം നടക്കാത്ത കാര്യത്തിന്റെ പിന്നാലെ ഓടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മൾ ലൈവ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ. രാത്രി 12 മണി കഴിഞ്ഞ് വിളിക്കാതിരിക്കുക. കാരണം അത്രയും സമയം പിന്നെ ഞാൻ ഉറക്കൊഴിച്ചിരിക്കില്ല. ഏറ്റവും കോൾ വരുന്നത് നമ്മൾക്ക് വിദേശത്തു നിന്നാണ്. വിദേശ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും ഉണ്ടായിരിക്കും. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി പശു ലോണിന്റെ പരിപാടിയിൽ കൂടെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് നിറയെ പേര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പരമാവധി കഴിവിന്റെ പരമാവധി ഞാൻ അവർക്ക് എന്നാലാകുന്നതെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ അപ്പം തന്നെ എൻ്റെ മേലെയുള്ള ആളെ കണക്ട് ചെയ്തെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തും ഞാൻ മാക്സിമം കവർ ചെയ്ത് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൗഫാം ലോൺ എടുക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സുഖമായി നമ്മളെ വിളിച്ചോളൂ. ഒരിക്കൽ കൂടി പറയുന്നു, സ്വന്തമായി ഭൂമി വേണം. സ്വന്തമായി 1 ഏക്കർ തൊട്ട് 5 ഏക്കറിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം. അത്രയും ഭൂമി ഉള്ളവർക്കോ അല്ലെങ്കിൽ ലീസ് ലാൻഡ് എഗ്രിമെന്റ് രജിസ്ട്രേഷൻ ഉള്ളവർക്കോ ആണ് ഈ ലോൺ. ലീസ് ലാൻഡ് എഗ്രിമെന്റ് മാത്രം പോരാ, അത് രജിസ്റ്റേർഡ് ചെയ്ത് തരുന്നവർക്കാണ് ലോൺ കൊടുക്കുന്നുള്ളൂ. ചിലപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള ബാങ്ക് നമ്മൾക്ക് ലീസ് ലാൻഡ് എഗ്രിമെന്റ് ആണെങ്കിൽ അതിന് ഈട് ചോദിക്കും. ആ ഈട് വെക്കാനുള്ള പ്രോപ്പർട്ടി എന്തെങ്കിലും നമ്മുടെ കൈവശം വേണം. നിങ്ങൾ നമ്മൾക്ക് തരുമ്പോൾ ഈ എത്ര പശുവാണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, 100 ആണോ 200 ആണോ അല്ലെങ്കിൽ 50 ആണോ 150 ആണോ എങ്ങനെയാണെന്നുള്ളതിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് നല്ലൊരു എഞ്ചിനീയറിനെ കൊണ്ട് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അത് പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ എടുത്ത് അടുത്ത് നമ്മൾ ഫാം ചെയ്യുന്നതിന്റെ അടുത്ത് 100 മീറ്റർ അങ്ങേ വശത്താണ് വീടുകൾ പറ്റുമുള്ളൂ. അടുത്താണെങ്കിൽ നമ്മൾക്ക് പെർമിഷൻ കിട്ടില്ല. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയും കൂടി നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ടിലേക്ക് മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ആ സ്ഥലം വിട്ട് വേറെ എവിടെയെങ്കിലും വീടുകൾ ഇല്ലാത്ത ഏരിയയിൽ 100 മീറ്ററെങ്കിലും ചുരുങ്ങിയത് വേണം. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് 100 മീറ്റർ അകലെ ആയിരിക്കണം അടുത്ത വീടുകളും സ്ഥലങ്ങളും ഉള്ള ഏരിയ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പറയുന്നു. ഡൗട്ട് ക്ലിയർ ചെയ്യണം, ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ലോൺ വേണ്ടാത്തവരാണെങ്കിൽ ചാനൽ സ്കിപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് ലോൺ വേണ്ടവരാണെങ്കിൽ കുറച്ച് സമാധാനത്തിൽ ഞാൻ ഏകദേശം 2-3 മിനിറ്റിനുള്ളിൽ ഏകദേശം എല്ലാം നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞുതരാം. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഇത് 1 കോടി മുതൽ 4 കോടി വരെയാണ് ഞാൻ പറഞ്ഞു. 6% ഇതിന്റെ ഇൻട്രസ്റ്റ്. എത്ര എമൗണ്ട് എടുക്കുന്നു അതിന്റെ 6% ഇൻട്രസ്റ്റ് വരുന്നത്. 10 കൊല്ലമാണ് ലോൺ അടവ് തിരിച്ചടവ് കാലാവധി. 10 കൊല്ലത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ക്ലോസ് ചെയ്താൽ മതി. ഇതിന്റെ പേപ്പർ വർക്കിന് വേണ്ടി ഞങ്ങൾ 4% മേടിക്കും. 4%-ൽ ആദ്യം പേപ്പർ എല്ലാം തരുമ്പോൾ അത് പക്കയാണെന്ന് മനസ്സിലായാൽ അതിൽ 2% നിങ്ങൾ അഡ്വാൻസ് ആയി തരണം. ആ അഡ്വാൻസ് തരുന്നതിന് നിങ്ങൾക്ക് പ്രൂഫായിട്ട് ചെക്ക് ലീഫോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും തരാം. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അറിയാത്ത ഒരാളുടെ കൊണ്ട് പൈസ കൊടുക്കാൻ ഞാൻ ഇപ്പോഴും പറയുന്നില്ല. നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചതിന് ശേഷം കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് ചെയ്തു കൊടുത്തതിന്റെ അവരുടെ പ്രൂഫ് പോലും തരാം. ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ലോൺ സാങ്ഷനായി ലോൺ ഷെഡ് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവരുടെ ലൈവ് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് 2-3 പേപ്പർ വർക്കുകൾ കഴിഞ്ഞു. ഇനി അടുത്ത പേപ്പർ വർക്ക് എടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രൊജക്ട് റിപ്പോർട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഓൺലൈനിൽ 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട്
ഇപ്പോൾ അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് അറിയപ്പെട്ട്, അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നല്ലൊരു എഞ്ചിനീയറിനെ കൊണ്ട് സീൽ ചെയ്യാൻ അധികാരമുള്ളവർക്ക്, അവർക്ക് സൈൻ ചെയ്ത് സീൽ ചെയ്യാനുള്ള അധികാരമുള്ളവർക്കാണെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് വേഗം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലോൺ അടവ് തിരിച്ചടവ് കാലാവധി 10 കൊല്ലവും 6% ഇൻട്രസ്റ്റും 4% പേപ്പർ വർക്കും. ഇത് ലോൺ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 3 വർഷം കഴിയാതെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. 3-4 വർഷം കഴിഞ്ഞ് നിങ്ങൾ എമൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സബ്സിഡി, ഈ പറയുന്ന എമൗണ്ടിന്റെ 35% സബ്സിഡി നിങ്ങളുടെ ബാങ്കിലേക്ക് അപ്പോൾ തന്നെ കയറാം. അത് പശുവാണെങ്കിൽ ശരി, ആടാണെങ്കിൽ ശരി, കോഴിയാണെങ്കിൽ ശരി, പന്നിയാണെങ്കിൽ ശരി, താറാവാണെങ്കിൽ ശരി, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ ചെയ്തു തരുന്നത്. അത് എത്ര വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കുള്ള പ്രൊജക്ട് റിപ്പോർട്ട്, ആ ഷെഡിനുള്ള എസ്റ്റിമേറ്റ്, പ്ലാന്, മെഷീനറികളുടെ ഒരു കൊട്ടേഷൻ വേറെ എടുക്കണം. മെഷീനറികൾ, തൊഴുത്ത് എന്ന് വെച്ചാൽ പശുക്കളാണെങ്കിൽ മെഷീനറികളുടെ ഒരു കൊട്ടേഷൻ വേറെ കിട്ടും. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മെഷീനറി സപ്ലൈ ചെയ്യുന്നവന്റെ കൊട്ടേഷനും കൂടി എടുത്ത് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേപ്പറാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ വെക്കുന്ന ഭൂമിയിൽ ഷെഡ് ഉണ്ടെങ്കിൽ ആ ഷെഡ് നമ്പർ വെക്കണം. കറണ്ട് ബിൽ ഉണ്ടെങ്കിൽ കറണ്ട് ബിൽ വെക്കണം. സിവിൽ സ്കോർ 750 മേലെ ഉള്ളവർ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 750 താഴെയാണെങ്കിൽ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഇല്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ 750 കുറച്ച് കമ്മിയാണെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായി വിളിക്കും. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ആ ഐഡിയ കൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിവിൽ സ്കോർ കറക്റ്റ് ആക്കാനുള്ള ഓപ്ഷനും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി SA പ്രോപ്പർട്ടി റിയൽ എസ്റ്റേറ്റ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ലോണും വേണ്ടാത്തവരാണെങ്കിലും ഈ വീഡിയോ ഒന്ന് നമ്മുടെ സാധാരണക്കാരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വളരെ ഉപകാരം. നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ആ ഓൾ ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലോൺ കൊടുത്ത് സാങ്ഷനായി അവിടെ ഷെഡ് കെട്ടായിക്കൊണ്ടിരിക്കുന്ന ആ ലൈവ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം, താങ്ക് യു.